നമസ്കാരം. സംസ്ഥാനത്ത് നടപ്പാക്കിയ NRC പട്ടികയിലെ മതപരമായ വിഭജനം അസം സർക്കാർ ആദ്യമായി വെളിപ്പെടുത്തി. NRC ഒഴിവാക്കിയ 16 ലക്ഷം പേരിൽ 7 ലക്ഷം മുസ്ലിങ്ങളും 5 ലക്ഷം ബംഗാളി ഹിന്ദുക്കളുമാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പ്രാദേശിക ചാനലിനോട് പറഞ്ഞു. CAA സംസ്ഥാനത്ത് ഒരു പരാജയമായിരിക്കുമെന്നും പുതുതായി വിജ്ഞാപനം ചെയ്ത CAA നിയമങ്ങൾക്ക് കീഴിൽ 3 ലക്ഷം മുതൽ 6 ലക്ഷം ആളുകൾ മാത്രമേ അപേക്ഷിക്കുകയുള്ളൂവെന്നും ശർമ്മ പ്രവചിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പ്രകാരം നടത്തിയതും 2019 ഓഗസ്റ്റ് 31 പ്രസിദ്ധീകരിച്ചതുമായ സംസ്ഥാനത്തിന്റെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്നോ NRCയിൽ നിന്നോ സർക്കാർ മതം തിരിച്ച് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതോടെ കോടികൾ മുടക്കി തയ്യാറാക്കിയ NRC അസമിൽ പ്രായോഗികമല്ലെന്ന് വ്യക്തമായി. NRCയുടെ അന്തിമ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 16 ലക്ഷം പേരിൽ 7 ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. 5 ലക്ഷം ബംഗാളി ഹിന്ദുക്കളും 2 ലക്ഷം ആസാമീസ് ഹിന്ദുക്കളും 1.5 ലക്ഷം ഗൂർഖകളും പട്ടികയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പട്ടിക പ്രകാരം ബാക്കിയുള്ള 3.5 ലക്ഷം പേർ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ 17 ലക്ഷം പേരിൽ 13 ലക്ഷവും ഹിന്ദു നാമധാരികളായതിന്റെ പേരിൽ അസമിൽ തയ്യാറാക്കിയ NRCയെ ആദ്യം തള്ളിക്കളഞ്ഞത് RSS ആണ്. NRCയിൽ പെടാതെ പോയ 13 ലക്ഷം ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകാനും 4 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കാനുമാണ് യഥാർത്ഥത്തിൽ പൗരത്വ നിയമത്തിൽ മതപരിഗണന ഉൾപ്പെടുത്തി ഭേദഗതി വരുത്തിയത്. ഇതുകൊണ്ടും ഫലമില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ പറയുന്നത്. വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിന് അടുത്തിടെ പുറപ്പെടുവിച്ച പുതിയ ചട്ടങ്ങൾ പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുമെന്ന് താൻ കരുതുന്നത് വെറും 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ആളുകൾ മാത്രമായിരിക്കുമെന്ന് പ്രാദേശിക TV ചാനലായ ന്യൂസിനോട് ഹിമന്ത വ്യക്തമാക്കി. ഇതോടെ CAA അസമിൽ പരാജയമാണ് എന്നാണ് ഹിമന്ത ശർമ്മ യഥാർത്ഥത്തിൽ സമ്മതിച്ചത്. ഭേദഗതി ചെയ്ത നിയമം 2019 ഡിസംബറിൽ പാസാക്കിയ കാലത്ത് അത് അസമിൽ കടുത്ത പ്രതിഷേധത്തിനും രോഷത്തിനും കാരണമായിരുന്നു. അസമിൽ അധികം ആളുകൾ ഇതുവരെ പൗരത്വത്തിനായി അപേക്ഷിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 1971 മാർച്ച് 25 ശേഷം ഇന്ത്യൻ പൗരത്വം ലഭിക്കാനിടയുള്ള കട്ട് ഓഫ് തീയതിക്ക് ശേഷം നിരവധി കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു ബംഗാളികൾ, ബംഗ്ലാദേശിൽ നിന്ന് അസമിലേക്ക് പ്രവേശിച്ചുവെന്നും അവരിൽ ചിലർ തിരിച്ചെത്തിയതായും ഹിമന്ത പറഞ്ഞു. ഈ കുടുംബങ്ങളിൽ പലർക്കും അക്കാലത്ത് അധികാരികൾ റേഷൻ കാർഡ് നിഷേധിച്ചിരുന്നു. അതിനാൽ അവർക്ക് ഒരു രേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിർത്തി അധികാരികൾ നൽകിയ അഭയാർത്ഥി രജിസ്ട്രേഷൻ കാർഡുകൾ. എന്നാൽ NRCയുടെ മുൻ സംസ്ഥാന കോർഡിനേറ്റർ പ്രതീക് ഹജേല NRC അപ്ഡേറ്റ് പ്രക്രിയയിൽ ഈ കാർഡുകൾ അനുവദിച്ചില്ല. ഇതുമൂലം നിരവധി പേരുകൾ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെയാണ് ഇത്രയും ആളുകൾ NRC പട്ടികയ്ക്ക് പുറത്തായത് എന്ന് ശർമ്മ കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ CAA നിയമ ഭേദഗതി പാസാക്കിയിട്ടും അത് 4 വർഷം ഫ്രീസറിൽ വെച്ചതിന് എന്താണ് പ്രധാന കാരണം എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇപ്പോൾ തിടുക്കപ്പെട്ട് ചട്ടങ്ങൾ പാസാക്കിയെങ്കിലും നിയമം ഏട്ടിലെ പശുവായി മാറുമെന്നാണ് ഹിമന്തയും അസമും പറയുന്നതെന്ന് സാരം.